സിനിമാ നോട്ടത്തിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് കന്നഡ സൂപ്പർ സ്റ്റാർ യാഷ് നായകനായിട്ട് അഭിനയിച്ച ടോക്സിക് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ടോക്സിക് കത്തിക്കുമോ അതോ സ്വയം കത്തിത്തീരുമോ? ലക്ഷണം കണ്ടിട്ട് സ്വയം കത്തിത്തീരുന്ന അവസ്ഥയാണ്. ചിത്രത്തിന്റെ ഒരു പ്രിമൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ യാഷ് അവതരിപ്പിക്കുന്ന രായൻ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ നായകനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊന്നും ചിത്രം അവതരിപ്പിക്കുന്നില്ല. ഒരു കഥാപാത്രത്തിന്റെ, അതായത് ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഥ പറയാനാണ് ഗീതു മോഹൻദാസ് ശ്രമിച്ചിരിക്കുന്നത്. കഥ നടക്കുന്നത് 1947 ഗോവയാണ് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായിട്ട് വരുന്നത്. അതിനെ ചുറ്റിപ്പറ്റി ഒരു ഗാങ്സ്റ്ററും അതിനോട് അനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന സ്ത്രീകളും മറ്റും അങ്ങനെയായിട്ട് കഥ മുന്നോട്ട് പോകുന്നത്. ഈ ചിത്രത്തിന്റെ ഒരു പ്രധാന പ്രശ്നം ഇത് ഏത് ജോണറിലാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് സംവിധായകന് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് ത്രൂ ഔട്ട് തോന്നുന്നുണ്ട്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു യാഷിന്റെ ഒരു മാസ് പടമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ അത് പ്രതീക്ഷിച്ചിരുന്ന കാണികൾ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ട്. എന്നാൽ കുറച്ച് സീരിയസ് ആയ ടോക്സിറ്റി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി ആണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ട്രെയിലറിലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇതിന്റെ സൂചനകൾ നൽകണമായിരുന്നു. അപ്പൊ ഈ ചിത്രം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതിന് കൃത്യമായ ഒരു ജോണറില്ല. ആ ജോണർ ഷിഫ്റ്റ് ഒട്ടും തന്നെ കൺവിൻസിംഗും അല്ല. എപ്പോഴേക്കോ ഇത് മാസ് സിനിമയായിട്ടും കുറെ സ്ഥലങ്ങളിൽ ഇത് വളരെ സീരിയസ് ആയ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിട്ടൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആകപ്പാടെ കുഴഞ്ഞ് ഒരു ഓണം സദ്യയിലെ അവിയലിന്റെ അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. യാഷ് മുതൽ നയൻതാര, അതുപോലെ ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, കിയാര അദ്വാനി, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. പക്ഷെ ഇവരെയൊന്നും പടത്തിന് വേണ്ട രീതിയിൽ, സിനിമയിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇവരുടെ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ഡെപ്ത് ഇല്ല. ചിത്രത്തിന്റെ മേക്കിംഗ് പ്രത്യേകിച്ചും അതിന്റെ സ്റ്റൈലിഷ് ആസ്പെക്ട് ഒക്കെ വളരെ നന്നായി വന്നിട്ടുണ്ട്. രാജീവ് രവിയുടെ ക്യാമറ അത് ഗംഭീരമാണ്. എഡിറ്റിംഗ് നന്നായിട്ടുണ്ട്. യാഷിനെ പല അപ്പിയറൻസുകളിൽ, പല ലുക്കിൽ, സ്വാഗിൽ ഒക്കെ വളരെ വൃത്തിയായിട്ട് കാണിക്കാൻ സംവിധായകർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ യാഷിന്റെ സ്ലോ മോഷൻ നടത്തങ്ങളും വെടിവെപ്പും ബോംബും ആക്ഷനും ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കഥയോ അല്ലെങ്കിൽ ഒരു മൊമെന്റോ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതായത് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ്, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ മറ്റൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ ഇമോഷണൽ രംഗങ്ങൾ ഹരി പറഞ്ഞ പോലെ കണക്ട് ആയില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഇമോഷണൽ സീനുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ സൈലൻസ് വരുന്ന സമയത്ത് ആളുകൾ, ഓഡിയൻസ് റെസ്റ്റ്ലെസ് ആവുകയാണ് ചെയ്യുന്നത്. അവർ അവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്നു. അവർക്ക് ആ സിനിമ, അതായത് സിനിമ ഒരു തരത്തിലും പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാതെ ഒരു 3-3.25 മണിക്കൂർ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു രീതിയിലോട്ട് അവസാനം പോകുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇപ്പൊ DC നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. DCയിൽ ഇതേപോലെ ഒരുപാട് ആക്ഷൻ മാസ് രംഗങ്ങളുണ്ട്, ഒരുപാട് ഫൈറ്റ്, പിന്നെ മാസ് മർഡർ സീനുകളൊക്കെ ഉണ്ട്, ആക്ഷൻ നായകന്റെ സ്വാഗും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോ തന്നെ വളരെ നിശബ്ദത മാത്രമുള്ള രംഗങ്ങളുണ്ട്, വളരെ സൈലന്റ് ആയ പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധ ഡിസർവ് ചെയ്യുന്ന കുറെ അധികം മൊമെന്റുകളുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് കണക്ട് ആയിരുന്നു. അതിൽ ഇമോഷൻസ് അത് ഞങ്ങളെ കൂടി ബാധിക്കുന്നതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു. ടോക്സിക്കിലേക്ക് വരുമ്പോൾ ടോക്സിക്കിനെ പറ്റി ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സംഭവിക്കുന്ന കാര്യങ്ങളോ ഈ കഥാപാത്രങ്ങളോ ഇവരാരും തന്നെ നമ്മളെ അങ്ങ് തൊടുന്നില്ല, പകരം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി അങ്ങ് പോവാണ്. അപ്പൊ ഈ മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മനസ്സിൽ വളരെ ഒരു ലാഘവത്തോടു കൂടി മാത്രമാണ് ഈ 3.25 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ലെങ്ത് ആണ്. അപ്പൊ അത്രയും നേരം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് നിർത്താനുള്ള തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ല ചിത്രത്തിലുള്ളത്. മറ്റൊരു കാര്യം ഇതിലെ സംഭാഷണങ്ങളാണ്. ഒരുപാട് സംഭാഷണങ്ങൾ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. ഈ സംഭാഷണങ്ങൾ വളരെ നാടകീയത, ഒരു രാജാ പാർട്ട് രീതിയിലൊക്കെയുള്ള സംഭാഷണങ്ങൾ ഇവർ ഭയങ്കര മാസ്സായിട്ട് തഗ് ഡയലോഗുകളായിട്ട് പറയുന്നത് ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒക്കെ ആ ഒരു സിനിമയിലെ ഡയലോഗ് പോലെയാണ് തോന്നിയത്. മാത്രമല്ല പ്രേക്ഷകർക്ക് തോന്നിപ്പോവും ഇവരൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യരെ പോലെ സംസാരിക്കാറില്ലേ. ഇവർ ഈ തഗ് ഡയലോഗും മാസ് ഡയലോഗും മാത്രമേ പറയാറുള്ളൂ. ഓരോ ഡയലോഗും ഒരു ഫിലോസഫി പോലെ, ഓരോ ഡയലോഗും ഓരോ പഞ്ച് ഇടുത്തി ഡയലോഗ് പോലെയൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും തന്നെ വിചാരിച്ച ഇമ്പാക്റ്റോ എഫക്റ്റോ ഉണ്ടാക്കുന്നില്ല. ചിത്രത്തിലെല്ലാം പൊടിക്ക് കൂടുതലാണ്. ആക്ഷൻ സീക്വൻസുകളാവട്ടെ, ആളുകളെ കൊല്ലുന്നതാവട്ടെ,
ലൈംഗിക രംഗങ്ങളാവട്ടെ, എല്ലാം ഒരു പടിക്ക് കൂടുതലാണ്. അപ്പൊ ആളുകൾ KGF പോലൊരു സിനിമ പ്രതീക്ഷിച്ചു പോകും. KGF ഭയങ്കര ആക്ഷൻ ത്രില്ലർ ആണെങ്കിലും അതിന്റെ അണ്ടർലൈൻ ആയിട്ട് അതില് ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ആളുകൾക്ക് കണക്ട് ആയി. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആ ഇമോഷൻ കൃത്യമായിട്ട് എത്താത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒരു അവിയല് പരുവത്തിലായി. ഒരു സൈക്കോളജിക്കൽ, നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ആക്കാമായിരുന്നു, സൈക്കോളജിക്കൽ ഒരു ആക്ഷൻ ഡ്രാമ ആക്കാമായിരുന്നു. പക്ഷെ എവിടെ എത്താതെ. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അത് വീഡിയോയുടെ തുടക്കത്തിൽ പറയണോ അവസാനം പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ചിത്രം ഒരു സ്ത്രീയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടീസർ ഇറങ്ങിയ കാലം മുതൽ അതിന്റെ പേരിൽ നിരന്തരം ഗീതു വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. അതിൽ നല്ലൊരു ശതമാനം വിമർശനങ്ങൾ വന്നിട്ടുള്ളത് ഗീതുവിന്റെ ഫെമിനിസ്റ്റ് നിലപാടിനോടുള്ള അസഹിഷ്ണുതയിൽ നിന്നാണ്. അത് ഒരു സംവിധായികയുടെ ക്രിയേറ്റീവ് ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യരുടെ വിമർശനങ്ങളായിരുന്നു. കസബ സിനിമയുമായി ബന്ധപ്പെട്ടും WCCയുടെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടൊക്കെ ആ കഥകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട്, ഇപ്പൊ തന്നെ റീസെന്റ് ഈ പടം ഇറങ്ങിയതിനു ശേഷം പോലും ഫേസ്ബുക്കിൽ പലരും ആ കസബയിലെ സീനൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാനുണ്ടെങ്കിൽ മിനിമം ആ ചിത്രം ഇറങ്ങുന്നവരെങ്കിലും കാത്തിരിക്കണം. ആ കാര്യത്തിൽ സിനിമാ നോട്ടം ഗീതു മോഹൻദാസിന്റെ ഒപ്പമാണ്. കാരണം മറ്റൊരു സംവിധായകനും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭീകരമായ സൈബർ ആക്രമണം ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയ കാലം മുതൽ അവർ ഏറ്റുവാങ്ങിയിരുന്നു. അത് ഒരു സംവിധായിക്കോ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾക്ക് അവരുടെ നിലപാടിനോട് വിമർശനം ഉണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കാണുക. സിനിമ അത് ക്രിയേറ്റീവായ ഒരു വ്യക്തിയുടെ, ഒരു കൂട്ടം മനുഷ്യരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ടോക്സിക് ഒരു മോശം സിനിമയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ വിമർശിക്കുക. അല്ലാതെ ഗീതുവിന്റെ ഫെമിനിസ്റ്റ് നിലപാടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കുന്നതോ ട്രോളുന്നതോ അത് അത്ര ആരോഗ്യകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. യാഷിനെ പോലെ ഒരു മാസ് ആക്ഷൻ സ്റ്റാറിനെ വെച്ച് ഗീതുവിന് പടം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു സംശയത്തിൽ നിന്നാണ് ഈ പല ട്രോളുകളും വിമർശനങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഗീതുവിന്റെ ആദ്യ ആ ഒരു സംരംഭം അത് തീർച്ചയായിട്ടും അത് ഒരു പരാജയപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്ന് വെച്ച് ഗീതു ഒരു മോശം സംവിധായിക ആവുന്നില്ല. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ, നിരവധി ചലച്ചിത്രോത്സവങ്ങളിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ലയേഴ്സ് ഡൈസിന്റെ സംവിധായികയാണ് ഗീതു മോഹൻദാസ്. അതുപോലെ നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള മൂത്തോൻ, അതിഗംഭീര സിനിമയാണ് മൂത്തോൻ, ഗീതുവിന്റെ ചിത്രമാണ്. അപ്പൊ ഗീതു ഒരു നല്ല സംവിധായികയാണ്. ഗീതു ഈ ശ്രമിച്ച ആ ഒരു ജോണർ ഒരു പക്ഷേ അവർക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ സംവിധായിക തീർച്ചയായിട്ടും പിന്തുണ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സിനിമാ നോട്ടത്തിന് പറയാനുള്ളത്. സിനിമാ നോട്ടത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രേക്ഷകർക്കും സിനിമാ നോട്ടത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.